അവന്യൂ സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ന്യൂസാണ് പറയാനുള്ളത്. കമ്പനിയുടെ രണ്ടാം പാദഫലം ഇപ്പോൾ വന്നിട്ടുണ്ട്. വരുമാനം 15.5% ഉയർന്ന് 16,676 കോടിയായിട്ടാണ് കാണുന്നത്. ലാഭത്തിൽ 3.9% ഉയർച്ചയുണ്ട്. 685 കോടിയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എബിറ്റയിലും 11% ഒരു ഉയർച്ച രേഖപ്പെടുത്തിയായിട്ടാണ് കാണുന്നത്. നിലവിൽ 1,214 കോടിയാണ് എബിറ്റയായിട്ട് ഇപ്പോൾ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും എല്ലാ സെഗ്മെൻറ്റിലും പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ടാണ് ഇപ്പോൾ ഡിമാർട്ട് അഥവാ അവന്യൂ സൂപ്പർ മാർക്കറ്റ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ടെക്നിക്കലി ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് ഇപ്പോൾ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഇമ്പോർട്ട് ലെവലായ 4,500 എന്ന ലെവലിൽ നിന്ന് ബ്രേക്ക് ഡൗൺ ആണ് കാണാൻ സാധിക്കുന്നത്. 30th സെപ്റ്റംബറിലാണ് ഒരു വോളിയം ബേസ്ഡ് ക്യാനിൽ, അതായത് ഹയർ ലെവലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് റീസെൻ്റ്ലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കിൽ പോസിറ്റിവിറ്റി പറയുകയാണെങ്കിൽ 4,500 എന്ന മേഖല, അതായത് ആ ഒരു ഹൈ റിജക്ഷൻ സോൺ മറികടന്നാൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ. കറൻറ്റ്ലി ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിൽ, അതായത് വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് ഹയർ ലെവലിൽ ഫോം ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് 3 days ആയിട്ട് ന്യൂട്രൽ വോളിയം ആക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഈ ഒരു മേഖല മറികടക്കുന്നതിന് ഡിപ്പെൻഡ് ചെയ്യും നെക്സ്റ്റ് ട്രെൻഡ് കൺഫർമേഷൻ.